വിഭീഷണൻ രാമൻ അരികിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രാമന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ വിഭീഷണൻ ഒരു വലിയ തപസ്സിലേർപ്പെട്ടു. ദീർഘമായ തപസ്സിന്റെ ഫലമായി ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. തൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ചിരിക്കണം എന്ന വരമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സാത്വികമായ ഒരു മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമയായതിനാൽ അദ്ദേഹം അവസാനം ശ്രീരാമപാദത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ സ്വാമി ഭീഷ്മരെയും വിഭീഷണനെയും താരതമ്യം ചെയ്യുന്നു. കൗരവർ പ്രവർത്തിക്കുന്നത് അധർമ്മമാണെന്ന് ഭീഷ്മർക്കറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ അപലപിക്കുകയോ എതിർക്കുകയോ ചെയ്തില്ല. കൗരവർ നൽകിയ സേനാപതി സ്ഥാനം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്നാൽ നേരെ വിപരീതമായിട്ടാണ് വിഭീഷണൻ പ്രവർത്തിച്ചത്. അദ്ദേഹം ജ്യേഷ്ഠനായ രാവണന്റെ പ്രവൃത്തിയെ അപലപിക്കുകയും സീതയെ തിരികെ ഏൽപ്പിച്ച് രാമപാദത്തിൽ അഭയം പ്രാപിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. വിഭീഷണൻ രാവണനുമായുള്ള ബന്ധവും സമ്പത്തും പദവിയും എല്ലാം ഉപേക്ഷിച്ച് രാമനിൽ അഭയം പ്രാപിച്ചു. ജയ് സായിറാം.